നമസ്കാരം. നമ്മൾ ഇന്ന് സെക്കൻഡ് പോയിന്റിന്റെ യാത്ര തുടരുകയാണ്. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് സെന്റർ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. आँख बंद करके रिलैक्स्ड होके बैठिए. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. उस दिव्य प्रकाश में ധ്യാൻ ആരംഭ കീജിയെ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. अगर कोई चिंताएं आती है तो जेंटली उनको इग्नोर कर दीजिए और दिव्य प्रकाश में ध्यान चालू रखिए. प्लीज स्टार्ट मेडिटेशन. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി കണ്ണുകൾ മെല്ലെ തുറക്കൂ. वो कंडीशन जारी रखते हुए आँख धीमे से खोलिए. നമ്മൾ സെക്കൻഡ് പോയിന്റിൻ്റെ യാത്രയെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ നമുക്കറിയാം. सेकंड पॉइंट आत्मा पॉइंट ആണ്. സെക്കൻഡ് പോയിന്റ് ആത്മാ പോയിന്റ് മാനാ ജാത്ത है. ഈതർ എലിമെൻറ്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട എലിമെൻറ്റ് ഈതറാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ പോയിന്റിലും എല്ലാ എലിമെൻറ്റ്സും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. एक एक पॉइंट में हर एक चक्र में सभी एलिमेंट्स रिप्रेजेंट है. മെയിൻ എലിമെൻറ്റ് उसके सेंटर में है. അപ്പോൾ പ്രധാനപ്പെട്ട എലിമെൻറ്റ് അതിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ സെക്കൻഡ് പോയിന്റിൻ്റെ സെൻറ്ററിൽ ആത്മയാണ്, ഈതർ എലിമെൻറ്റ്. അപ്പോൾ ആത്മാ എലിമെൻറ്റിൻ്റെ സ്വഭാവം എന്താണ്? സമാധാനം, ശാന്തി, ബ്ലിസ്, ആനന്ദം, ഇതൊക്കെയാണ് ആത്മാവിൻ്റെ സ്വഭാവം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എത്തുമ്പോൾ നമ്മൾ മുമ്പൊന്നും അനുഭവിക്കാത്ത ഒരു ബ്ലിസ്, ഒരു ശാന്തത, ഒരു സമാധാനം അനുഭവിക്കുന്നു. സെക്കൻഡ് पॉइंट में पहुंचते वक्त उसका जो कैरेक्टर है, जो मन की शांति, आनंद, റിലാക്സ്ഡ് അനുഭവം, ये सब हमको आता है. അപ്പോൾ ഈ ഒരു ഫീലിംഗ് നമ്മൾ അവിടെ തങ്ങിപ്പോകാനൊരു കാരണമായി മാറും. ചിലപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോകേണ്ടതാകും. സെക്കൻഡ് पॉइंट में फंस जा सकते हैं. ऐसा है कि वो ब्लिस हमको आगे जाने में ब्लॉक कर सकता है. അപ്പോൾ നമ്മളങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ യാത്ര ഇൻഫിനിറ്റിയിലേക്കാണ്. ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത് ഒരു അഭ്യാസിയുടെ യാത്ര ഇൻഫിനിറ്റിയിലേക്കാണ്. बाबूजी महाराज ने बोला कि हमारी यात्रा अनंतता की ओर है. वो मास्टर द वर्ड द रियल गोल ऑफ ह्यूमन लाइफ. हमारे प्रार्थना में बोलते हैं मास्टर आप ही है हमारा सच्चा गोल, ध्येय. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്ര തുടരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ശരിക്കുള്ള നോളജ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ നോട്ടിലും നമ്മൾ ലയാവസ്ഥയിലെത്തണം, അതിൽ ഐഡൻറ്റിക്കാലിറ്റി എത്തണം. बाबूजी महाराज ने बोला है कि हर एक पॉइंट में हमको लयावस्था में पहुंचना चाहिए और उसके बाद उसको आइडेंटिटी में आ जाना चाहिए. AEIOU. दाजी ने बोला है कि एक्वायर, एनलाइवन, इम्बाइब, बिकम वन एंड यूनाइट. ഈ സ്റ്റെപ്പിലൂടെ നമ്മൾ അതിനെ ആ ചക്രത്തിൽ നമ്മൾ ഏകീകൃതമാവണം.
हम उस चक्र से यूनाइटेड होना चाहिए. एक एग्जाम्पल है कि ചാരിജി മഹാരാജിനെ बोला है कि एक सांप का जीवन कैसा होता है. ചാരിജി മഹാരാജിനോട് ഒരു അഭ്യാസം ചോദിച്ചു, ഒരു പാമ്പിന്റെ ജീവിതം എങ്ങനെയായിരിക്കും. ചാരിജി മഹാരാജ് പറഞ്ഞു പാമ്പിനെ പോലെ ആവണം എന്നാണ്. അപ്പോൾ പാമ്പിന്റെ ആ നോളജ് അറിയുന്നത് പാമ്പിനെ പോലെ ആവണം. അപ്പോൾ ഉസ് ചക്ര ആ ചക്രത്തിന്റെ നോളജ് അറിയുന്ന ആ ചക്രത്തിന്റെ എലിമെന്റ് ആയിട്ട് നമ്മൾ ഏകീകൃതമാണ്. അപ്പൊ ആത്മാ പോയിന്റ് ആയിട്ട് നമ്മൾ ഏകീകൃതമാവാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഏകീകൃതമാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ എലിമെന്റ്സിന്റെയും നോളജ് നമുക്ക് വേണം. ഈ ചക്ര के सभी एलिमेंट्स का नॉलेज ആയി. അപ്പോൾ നമ്മൾ ആത്മാ പോയിന്റിന്റെ 3 എലിമെന്റ്സിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. അതായത് സെന്ററിലുള്ള ഈതർ പോയിന്റ്, പിന്നെ ജലചക്ര ഫയർ ചക്ര, തേർഡ് പോയിന്റിന്റെ അഗ്നി ചക്ര, ഫോർത്ത് പോയിന്റ് ജല, ഇത് 3 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 5ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഈതർ എലിമെന്റ്, അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ബന്ധം എന്താണ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റിന്റെ 9 o'clock പൊസിഷനിൽ റെപ്രസെന്റ് ആയിരിക്കുന്നു ഈ എയർ എലിമെന്റ്, 5th പോയിന്റിന്റെ എയർ എലിമെന്റ്. അപ്പോൾ എയർ എലിമെന്റ് ആയിട്ടുള്ള 5th പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ലാലാജി മഹാരാജിനെ പോലെ कि एयर एलिमेंट मनोमय कोश वो विवेक को रिप्रेजेंट करता है, पावर ऑफ डिस्क्रिमिनेशन. അപ്പോൾ ലാലാജി മഹാരാജ് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ലാലാജി മഹാരാജ് പറഞ്ഞത് സോൾ ഇസ് പ്യൂർ അക്കോർഡിംഗ് ടു ദ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇറ്റ് ഹാസ് ആണ്. ഒരു ആത്മാവിന്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ വിവേകബോധമാണ്. ആത്മാ കാ പ്യൂരിറ്റി ഉസ്കെ വിവേക് पर ഡിപ്പെൻഡ് होता है. അപ്പോൾ എന്താണ് ഈ വിവേകം? അപ്പോൾ 5th പോയിന്റ് റെപ്രസെന്റ് ചെയ്തത് വിവേകാണ്. 5th പോയിന്റ് पावर ऑफ डिस्क्रिमिनेशन, क्लैरिटी ऑफ विजन, ये सबको റിപ്രസെന്റ് करता है. അപ്പോൾ 2nd പോയിന്റും 5th പോയിന്റും കൂടി മർജ് ചെയ്യാന്നാണ്. ആ കാംനെസ്സിന്റെ കൂടെ തന്നെ നമുക്കൊരു പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ യാത്ര എന്താണ്? हमारी यात्रा का क्या है? हमारा ईगो हायर एंड हायर हायर लेवल कॉन्शियसनेस में जा रहा है. നമ്മുടെ ആത്മാവ്, നമ്മുടെ അഹംബോധം കൂടുതൽ കൂടുതൽ ഉയർന്ന കോൺഷ്യസ്നെസ്സിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, പ്യൂരിറ്റിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇംപ്യൂർ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എടുത്തു കളയണം. എന്താണ് നമ്മുടെ ഇംപ്യൂരിറ്റീസ്? हमारे अंदर का जो इम्प्यूरिटीज है वो हमको निकालना चाहिए. हमारी इम्प्यूरिटीज क्या है? हमने जो जो संस्कार क्रिएट किया है, इम्प्रेशंस क्रिएट किया है, वही हमारी इम्प्यूरिटीज है. അപ്പോൾ ഈഗോ അഹംബോധം സൃഷ്ടിച്ചിട്ടുള്ള സംസ്കാരങ്ങൾ അത് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഈഗോ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അതിൻ്റെ തന്നെ ക്രിയേഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ये इम्प्योर क्यों होता है? क्योंकि हमारा ईगो उसकी तरफ ടേൺ करके बैठा है. സംസ്കാരങ്ങൾ ഉണ്ടായിട്ട് അതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, സൂര്യന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് നമ്മൾ നിഴൽ കാണില്ല എന്ന്. हम सूरज की तरफ मुड़ के देखा तो हमारा शेड, हमारा शैडो नहीं दिखेगा. हमारा शैडो कब दिखेगा? जब हम सूरज की तरफ पीट करके देखते हैं. സൂര്യന് നേരെ തിരിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ഷാഡോ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഷാഡോ എന്താണ്? നമ്മുടെ ഷാഡോ. हम जो शैडो देखते हैं, हम जो छाया देखते हैं, हमारी ही छाया दिखते हैं, അത് നമ്മുടെ ഈഗോന്റെ ഛായയാണ്. അപ്പോൾ നമ്മൾ സംസ്കാരങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഞാനില്ലെങ്കിൽ, അല്ലെങ്കിൽ സംസ്കാരങ്ങളില്ലെങ്കിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യില്ല. हम जब इस छाया की तरफ, संस्कार की तरफ देखते हैं, सब हमको ये फीलिंग होता है कि इसके बिना मैं नहीं जी सकता, ഈ दुनिया के बिना मैं नहीं जी सकता, मेरे क्रिएशन की बिना मैं नहीं जी सकता. എനിക്ക് ഈ ക്രിയേഷൻ ഇല്ലാതെ, എൻ്റെ വീടില്ലാതെ, കുടുംബമില്ലാതെ, എൻ്റെ ശരീരമില്ലാതെ ഒന്നും എനിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രിസർവ് ചെയ്യാൻ നോക്കും. इसीलिए हम हमारी जो सृष्टि है, हमारा घर है, हमारी शरीर है, हमारी चिंताएं है, इसको हम सब पकड़ के बैठते हैं, क्योंकि इसके बिना मैं नहीं हूँ, ऐसा हमको महसूस होता है. അപ്പോൾ ഞാനെന്നുള്ള ഭാവം ഉദ്ഭവിച്ചപ്പോൾ തന്നെ ഭയമുണ്ടായി എന്ന് ലാലാജി മഹാരാജിനെ പോലെ कि जब अहम का भाव उदय हुआ तभी हुआ भय, और ये भय ही हमारा फर्स्ट संस्कार है, ये हम निकाल ही नहीं सकते. इस भय के आधार पर हम सृष्टि बनाते रहते हैं और सृष्टि में अटैच होते जा रहे हैं. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പ്യൂരിറ്റി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മരിക്കും എന്നൊരു ചിന്ത ഉണ്ട്. हमारे मन में ये चिंता है कि हम मर जाएंगे, वो मृत्यु बोध हमारे मन में है. इसलिए एक संस्कृत का श्लोक है, मृत्योर्मा अमृतम गमया, असतोमा सद्गमया, मृत्योमा अमृतम गमया, तमसोमा ज्योतिर्गमया. मुझे ये मृत्यु से अमृतत्व की तरफ ले जाइए, नहीं मृत्युവിൽ നിന്നും അമൃതത്വത്തിലേക്ക് നയിക്കൂ.
മൃത്യു എന്ന് പറയുന്നത് നമ്മുടെ തോന്നലാണ്, അമൃതത്വം നമ്മുടെ സ്വഭാവമാണ്. അപ്പൊ അമൃതത്വത്തിലേക്ക് നയിക്കാൻ നമ്മളെ മരിക്കാത്ത അവസ്ഥയിലേക്ക് ഉയർത്തുന്നല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കും ഇനി മരിക്കരുത്. ശരിക്കും നമ്മൾ മരിക്കുന്നില്ല. നമ്മുടെ യഥാർത്ഥ എസെൻസ്, ഉണ്മ, അത് എപ്പോഴും ഉണ്ട്. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, അതാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. जो हमारे अंदर का जो सत्ता है, वो एसेंस है, वो कभी भी मर जाएगा नहीं. वो हमको റിയലൈസ് करना है, वो സാക്ഷാത്കാർ करना है. നമ്മളത് സാക്ഷാത്കരിക്കണം. ഈ അമരത്വ ബോധം നമ്മൾ സാക്ഷാത്കരിക്കണം. അതിന് നമ്മുടെ മൃത്യുബോധത്തെ നമ്മൾ എടുത്തു കളയണം. അപ്പൊ ഈ ബോധം നമ്മളിൽ എടുത്തു കളയാനാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ, അതാണ് ശുദ്ധീകരണം നടത്തുന്നത്, നമ്മൾ ക്ലീനിങ്. അപ്പോൾ ക്ലീനിങ് ആണ് നമ്മുടെ ഉള്ളിൽ ആ ക്ലാരിറ്റി കൊണ്ടുവരുന്നത്. जो हम डेली क्लीनिंग करते हैं, हमारे वो क्लैरिटी डेवलप होता ही जाता है. നമ്മുടെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ വളരുന്നത് ഈ ക്ലീനിങ് പ്രോസസ്സാണ്. നമ്മൾ എല്ലാ ദിവസവും ഇൻഡിവിജ്വൽ ക്ലീനിങ് ചെയ്യുമ്പോൾ അന്നന്നത്തെ ഇംപ്രഷൻസ് എടുത്തു കളയണം. जब हम सायंकाल में जो शुद्धिकरण करते हैं, वो क्लीनिंग करते हैं, हमारे अंदर जो इम्प्रेशन हमने बनाया है वो निकाल रहे हैं. അതിനുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് എടുത്തു കളയണം. അപ്പോൾ ദാജി എടുത്ത് ക്ലാരിഫൈ ചെയ്തു, ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് എടുത്ത് കളയുമ്പോഴും അതിന്റെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള അതിന്റെ അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് ആ അറിവ് ഉപയോഗിക്കാൻ സാധിക്കുന്നു, इमोशनल अटैचमेंट इല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. हमारे अंदर वो नॉलेज है, वो हमको इमोशनल अटैचमेंट के बिना यूज़ कर सकते हैं. मैं एक डॉक्टर हूँ, मुझे नॉलेज है पेशेंट को ट्रीट करने के लिए, पर उसमें मेरा इमोशनल अटैचमेंट नहीं. वो नॉलेज यूज़ करके जो करना है मैं कर सकता हूँ, उसमें अटैचमेंट नहीं होना चाहिए. ഇതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി ക്ലീനിങ്, പിന്നെ റെഗുലർ ഇൻഡിവിജ്വൽ സിറ്റിങ്സ്, ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഈ ഈഗോ സൃഷ്ടിച്ച സംസ്കാരങ്ങൾ എടുത്തെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്യൂരിഫിക്കേഷൻ നടന്നു, നമ്മുടെ ഉള്ളിൽ ക്ലാരിറ്റി വർദ്ധിച്ച് വരുന്നു. അപ്പോൾ എന്താണ് ഈ ക്ലാരിറ്റി, വിവേകബോധത്തിൽ വരുന്നത്? ആദ്യം നമ്മുടെ ഉള്ളിൽ ഈ അമരത്വ ബോധം, എനിക്ക് മരിക്കരുത് എന്നുള്ള, മരിക്കാൻ ഇഷ്ടമല്ല എന്നുള്ള തോന്നലുണ്ടാക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ ആഗ്രഹങ്ങളിലൂടെ നമ്മൾ അമരത്വം പ്രാപിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അകറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നും സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കും എന്ന് ഈഗോ നമ്മളെ തോന്നിപ്പിക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ पहले हमको हमारे ईगो ऐसे हमें फीलिंग आता है कि जब जो डिज़ायर है, आशाएं है, मुझे जो जो अच्छा लगता है मुझे इकट्ठा करके रखना चाहिए, और जो मुझे अच्छा नहीं लगता वो निकाल देना. ऐसा मुझे जो अच्छा है मेरे जीवन में आ गए तो मैं इधर सुख होके शांत होके जी सकता हूँ. അതാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടി വന്നിട്ട് നമ്മൾ സുഖം ഉണ്ടാവും. तो जितना भी हमने इधर अक्यूमुलेट किया, നമ്മൾ എത്ര കൂട്ടി വെച്ചാലും ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് പോകും, അവസാനം ഇതെല്ലാം വിട്ടിട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ടൊന്നും അമരത്വത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. പക്ഷേ നമ്മുടെ വിവേകബോധത്തിന്റെ ഡിസ്ക്രിമിനേഷൻ ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് ഈഗോ തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സാധനം, നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. अब धीरे धीरे पता चलता है कि ये लाइक्स और डिसलाइक्स ये मेरे ही जीवन में नहीं होना चाहिए. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായിട്ട് കാര്യം. ഇപ്പം ഞാനൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുന്നു. मैं घर में परिवार में रहता हूँ, मुझे जो अच्छा लगता है मैं इकट्ठा करता हूँ. मैं दूसरों के इच्छाओं को नहीं मानता हूँ तो घर में क्या हो जाएगा, घर का पीस चला जाएगा. ജീവിതത്തിൻ്റെ ഹാർമണി പോകും, ഫാമിലിയുടെ സമാധാനം പോകും. അപ്പോൾ നമ്മൾ ക്രമേണ മനസ്സിലാവുന്നു സമാധാനത്തിനും ശാന്തിക്കും ഉയർന്ന ഒരു ലെവലുണ്ട്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഫാമിലിയുടെ സമാധാനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ സെൽഫിഷ്നെസ് അവിടെ നമ്മൾ വിടാൻ തുടങ്ങുന്നു. അപ്പോൾ എനിക്ക് എന്നും ശാശ്വതമായിട്ടുള്ള സമാധാനത്തിലേക്ക് എനിക്ക് ഉയരണം. അപ്പോൾ നമ്മൾ ത്യാഗബോധം നമ്മുടെ ഉള്ളിൽ വരണം, സാക്രിഫൈസ് ബോധം. കാരണം എന്താ, എനിക്ക് ഉയർന്ന ഒരു തലത്തിലേക്ക് ഉയരണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സത്യവും അസത്യവും തമ്മിലുള്ള ആ ചിന്ത വരുന്നത്. എനിക്ക് കൂടുതൽ ഉയർന്ന സത്യങ്ങളിലേക്ക് ഉയരണം, കൂടുതൽ ഉയർന്ന ധർമ്മങ്ങളിലേക്ക് ഉയരണം. അപ്പോൾ ധർമ്മബോധം വരുന്നു. പരോപകാരഃ പുണ്യായ പാപായ പരപീഡനം എന്ന് വേദവ്യാസം പറഞ്ഞിരിക്കുന്നു. അഷ്ടാദശേഷു പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരഃ പുണ്യായ പാപായ പരപീഡനം. എല്ലാ പുരാണങ്ങളും എഴുതിയതിനു ശേഷം വേദവ്യാസം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളെ പറയാറുള്ളൂ. പരോപകാരം പുണ്യമാണ്, പരപീഡനം പാപമാണ്. परोपकार ही पुण्य है और पाप क्या है, परपीड़न करना है, दूसरों को पीड़ा करना. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള വകതിരിവ് വരുമ്പോൾ നമ്മൾ പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്യാതെ. അപ്പോൾ എന്താണ് പാപകർമ്മങ്ങൾ? ये पाप कर्म क्या है? लालाजी महाराज ने निरंतर सत्य में अच्छी तरह बोला है कि पाप क्या है, जो हमारे सेल्फिशनेस के तरफ हमारे मन को ले जाता वो सब पाप है. എന്നെ എൻ്റെ അഹംബോധം താഴേക്ക് കൊണ്ടുപോകണം, എന്നെ ഇന്ദ്രിയത്തിൻ്റെ തലത്തിൽ സ്വാർത്ഥ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ പാപമാണ്. കാരണം ഞാൻ ചെറിയ ഒരു വലയത്തിൽ കിണറ്റിൽ കുടുങ്ങിപ്പോവാണ്, എനിക്ക് വിശാലമാകാൻ പറ്റില്ല, എൻ്റെ കോൺഷ്യസ്നസ് വിശാലമാക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ മനസ്സിനെ ഉയർത്തുന്ന എന്ത് കാര്യങ്ങളും അത് പുണ്യമാണ്.
അപ്പോൾ നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ ഒരു ഊർജ്ജം त्यागबोधമാണ് കൊണ്ടുവരുന്നത്. हमारा जो सैक्रिफाइस का भाव है, मैं सभी के बारे में जब चिंता करता हूँ मेरा मन ऊपर आता है, मैं धीरे धीरे हमारा मन ऊंचा आता है, यही वर्च्यू है, यही पाप है. അപ്പോൾ നമ്മൾ ഉയർന്ന സത്യങ്ങളിലേക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ധർമ്മത്തിന്റെ ബോധത്തിലേക്ക് പോകും. അപ്പോൾ ധർമാധർമ്മ ചിന്തകളും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ചിന്തകളിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാവണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഞാൻ ചെയ്യുന്നത് ധർമ്മമാണ്, എനിക്ക് മനസ്സമാധാനം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് തിരിയാൻ തുടങ്ങും. അപ്പോൾ അതുവരെ ഞാൻ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് തിരിഞ്ഞ ആള് पहले मैं लाइक्स एंड डिसलाइक्स की तरफ देख रहा था, अभी मैं मन के अंदर झांकने लगा और पता चलने लगा कि मैं जो समाधान मिलता हूँ, जो मैं मन में पीस मिलता है, ऐसा ही काम मैं करूँगा. അപ്പോൾ അത് സത്യത്തിൻ്റെ ബോധം വരുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധിജി ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞു, സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്, സത്യം भी रिलेटिव है, क्योंकि जो सत्य अब है वो दूसरे टाइम में सत्य नहीं होगा. ഇപ്പോൾ ഉള്ളൊരു സത്യം അടുത്ത നിമിഷം സത്യമാവണമെന്നില്ല. അതുമാതിരി ഇപ്പോൾ ഞാൻ പറയുന്ന സത്യം വേറെ ആൾക്ക് സത്യമാവണമെന്നില്ല. ഒരു ഉദാഹരണം, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, സത്യമാണോ? सूरज पूरब में उदय होता है, पश्चिम में अस्तम होता है, ये सच के ही गलत है? ये सच है जब मैं भूमि पे खड़ा हूँ. ഞാൻ ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ मैं जब भूमि से ऊपर आता हूँ, ഞാൻ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ മനസ്സിലാവുന്നു सूर्यन ഭൂമിയിലല്ല, ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്. ഭൂമി सूर्य को ऐसे रोटेट करता है, भूमि सूरज के चारों ओर रोटेट करता है. അപ്പോൾ സത്യം മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും സത്യങ്ങൾ നമ്മുടെ ലെവൽ മാറുന്നതോറും മാറിക്കൊണ്ടിരിക്കും. മേരാ ഡയമെൻഷൻ ജബ് ചേഞ്ച് होता है, मेरा सच बदलता ही रहता है. കുട്ടിക്കാലത്ത് പഞ്ചതന്ത്രം കഥ പറഞ്ഞു കൊടുക്കുന്നു. बच्चों को पंचतंत्र कथा बताते हैं कि कौवे ने और गाय ने या कुत्ते ने बात किया या हाथी ने बात किया, सिंह शेर जंगल का राजा है, സിംഹം കാട്ടിൻ്റെ രാജാവാണ്. ഈ തരത്തിൽ കഥകൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. ആമയും മുയലും ബന്ധം വെച്ചു, ഖർഗോഷ് और ടോർട്ടോയ്സ് ऐसे റണ്ണിങ് റേസ് ലഗായ. അപ്പോൾ ഇതൊക്കെ ശരിയാണോ? ഇതൊന്നും ശരിയല്ല. പക്ഷേ അതിന് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്, കുട്ടികൾക്ക് മൂല്യം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ താണ തലത്തിലുള്ള ഈ എക്സാമ്പിൾസ് പറയുന്നത്. അപ്പോൾ ഉയരുമ്പോൾ നമുക്ക് മൂല്യം മനസ്സിലാകുമ്പോൾ ഈ കഥകളൊക്കെ തെറ്റൊന്നുമില്ല. അപ്പോൾ ये सच ही है, पर उस डायमेंशन में सच है. बड़ा होते वक्त इसमें से हमको ऊपर आना चाहिए. അപ്പോൾ നമ്മൾ സത്യത്തിന്റെ ലെവൽ കൂടി ഉയർന്നു വരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, സത്യങ്ങളൊക്കെ പെർമനന്റ് അല്ല. जो मैं सच बोलता हूँ वे सब अनित्य है, തബി മുझे ചേഞ്ച് होता है. അപ്പോൾ എനിക്ക് മാറ്റം വരാൻ തുടങ്ങി. എനിക്ക് ഈ അസത്യവും സത്യവും ധർമ്മ എനിക്ക് നിത്യമായിട്ടൊരു തരത്തിലേക്ക് ഉയരണം. ജോ കബി ബി മേ മുझसे അലഗ് नहीं होता है, എന്നിൽ നിന്ന് ഒരിക്കലും അന്യനാവാത്ത ഒരു തലത്തിലേക്ക് ഞാൻ ഉയരണം, നിത്യതയിലേക്ക് ഉയരണം. അപ്പോഴാണ് വിവേകബോധത്തിന്റെ ഉയർന്ന ലെവലിലേക്ക്. നിത്യ അവർ അനിത്യക്ക് ബീച്ച് में जो डिस्क्रिमिनेशन, നിത്യാനിത്യ വിവേകബോധം, അതാണ് ശരിക്കുള്ള വിവേകം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിനെ മുഴുവൻ അനിത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. നമ്മൾ അവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോ ചക്രവും ട്രാൻസെൻഡ് ചെയ്തിട്ട് സ്നേഹത്തോട് കൂടിയിട്ടാണ് വരുന്നത്. ഒരിക്കലും ഇഷ്ടപ്പെടാതെ വിടല്ല. हम ऐसे छोड़ के भाग नहीं रहे, हमें इस चक्र के नॉलेज से हमें पता लग गया है. നമ്മുടെ കോൺഷ്യസ്നസ് അത്ര എക്സ്പാൻഡ് ചെയ്തു, സ്നേഹം കൊണ്ട് എക്സ്പാൻഡ് ചെയ്തു നമുക്ക് അതിലേക്ക് അറ്റാച്ച്ഡ് ആവാതെ വിടാൻ പറ്റുന്നു. जब मुझे प्रेम से वो चक्र का कॉन्शियसनेस मेरा हो गया तो हम छोड़ सकते हैं, नहीं तो वो मेरे से नहीं छोड़ जाएगा. ഓടിപ്പോയവരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. जो इस दुनिया से छोड़ के जंगल में तपस्या करने के लिए गए, उसके मन में प्रॉब्लम होता रहता है. പലരും സന്യാസാശ്രമം സ്വീകരിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. പക്ഷെ അവരുടെ മനസ്സിൽ ചിന്തകൾ വരും. കാരണം ഇന്ദ്രിയങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. हमारा अटैचमेंट ये शरीर नहीं बना रहा है, इंद्रिय ने, हमारा मन में है. हमारा प्रॉब्लम टेंडेंसीज हमारे अंदर है, अंदर से वो क्लीन करना है. तो सहज मार्ग में ये धीमे धीमे होता रहता है. നമ്മൾ സംസ്കാരങ്ങൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ जब हमारा क्लीनिंग होता है, हमारे अंदर वो प्यूरिटी पैदा होता है. और वो प्यूरिटी के वजह से मेरा सोल धीरे धीरे मेरे जीवन में ഡോമിനേറ്റ് करना लगता है. നമ്മുടെ ജീവിതത്തിൽ ആ ആത്മാവ്, നമ്മുടെ ശരിയായിട്ടുള്ള അസ്തിത്വം ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, मैं जो कर रहा हूँ मैं अच्छा है कि बुरा है, वो दूसरों को पूछने की जरूरत नहीं, मुझे पता लगने लगता है ये ठीक नहीं है.
क्योंकि मैं ഹാർമണി ഡിസ്ട്രോയ് कर रहा हूँ. അപ്പോൾ നമ്മൾ ആ തരത്തിലുള്ള വിവേചന ബോധത്തിലേക്ക് നമുക്ക് വരുന്നു. അപ്പോൾ ലോകത്തിലുള്ള വിജയങ്ങൾക്ക് നമുക്ക് വലിയ താല്പര്യമില്ലാണ്ട് വരും. मैं इधर जब भी विजय आता है, सक्सेसफुल होता है, मैं उसमें बहुत ही ऐसे पागल नहीं हो जाता है. നമ്മൾ അവിടെ വീണു പോവില്ല. അതുമാതിരി പരാജയം ഉണ്ടാകുമ്പോൾ डिप्रेशन होगा. ये पराजय मुझको प्रॉब्लम नहीं है, क्योंकि मेरे अंदर में मुझे पता है कि मैं करेक्ट कर रहा हूँ. എൻ്റെ മനസ്സ് ഉയർന്നിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. കുട്ടിയുടെ അടുത്ത് നമ്മൾ കളിക്കുകയാണ്, ക്യാരം ബോർഡ് കളിക്കുകയാണ്. ആ കുട്ടി ജയിക്കുകയാണ് തോക്കുകയാണോ നമ്മുടെ വിജയം? मैं अपने बच्चे के साथ कैरम बोर्ड खेल रहा है, तब वो उसको मैं पराजित कर दिया तो सच में क्या होता है, मैं जीता हूँ या हारता हूँ? वो रोने लगता है, मुझे वो दुख पहुंचाता है. അപ്പം നമ്മുടെ ഉള്ളിൽ ദുഃഖം വരുന്നു. ആ കുട്ടി തോക്കുമ്പോൾ എനിക്ക് ദുഃഖം വരുന്നു. നേരെ ഞാൻ തോക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നു. हम मैं जब पराजित होता हूँ मुझे, क्योंकि वो खुश हो गया. ये दूसरे डायमेंशन में ले जाओ. നമ്മൾ ലോകത്തിന്റെ ഡയമെൻഷനിലേക്ക് പോകും. ലോകത്തിൽ എല്ലാവരെയും ആക്രമിച്ച് കീഴടക്കിയിട്ട് ഞാൻ വിജയം പ്രാപിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. जब मैंने दुनिया के ऊपर विजय प्राप्त किया, मैं संतुष्ट होता हूँ? डेफिनेटली नहीं, मैं दुखी होता हूँ. इसीलिए അശോക് രാജാവ് കലിംഗ യുദ്ധം കഴിഞ്ഞപ്പോൾ ദുഃഖിതനായി. अशोक चक्रवर्ती कलिंग युद्ध के बाद दुखी हो गया. इतना लोगों को मारने के बाद भी मुझे मन में अंदर कोई शांति नहीं है. इसीलिए जीसस क्राइस्ट ने बोला कि दुनिया सब तुमने जीत लिया, पर आत्मा को खो दिया तो क्या യൂസ് है उसका? ലോകം മുഴുവൻ ജയിച്ചാലും ആത്മാവ് നഷ്ടപ്പെട്ടവൻ എന്താണ് നേട്ടം എന്ന് ജീസസ് ക്രൈസ്റ്റ് ചോദിച്ചു. ജീസസ് ക്രൈസ്റ്റിന്റെ തലത്തിൽ സെക്കൻഡ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ബാബുജി മഹാരാജ് പറയാറുണ്ട്. അപ്പോൾ ആത്മാവിന്റെ ഡോമിനേഷൻ കൂടിക്കൂടി വരും. നമ്മുടെ ക്ലാരിറ്റി ഓഫ് പർപ്പസ് വർദ്ധിക്കുന്നു, ഡിസ്ക്രിമിനേഷൻ കൂടുന്നു. പക്ഷേ ഡിസ്ക്രിമിനേറ്ററി പവർ കൂടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ലക്ഷ്യബോധം വേണം. तो दाजी ने बोला कि ये डिस्क्रिमिनेशन विवेक होता है, क्लैरिटी होता है, फिर भी हमारा लक्ष्य अभी खत्म नहीं. मैं डिस्क्रिमिनेटറി പവർ എന്തിനാ വന്നത്? ഞാൻ എന്തിനാ ഡിസ്ക്രിമിനേറ്ററി പവർ? എനിക്ക് ഇനി വേണ്ടത് ഇതല്ല, എന്നെ തന്നെ വിടേണ്ട ആവശ്യമില്ല. मैंने मेरा संस्कार छोड़ दिया, दुनिया छोड़ दिया, पर मैं बाकी हूँ. ഞാൻ എൻ്റെ ദുനിയ വിട്ടു, ലോകം വിട്ടു, സംസ്കാരങ്ങൾ വിട്ടു, ഞാനവിടെ ബാക്കി നിൽക്കുകയാണ്. ഞാനാണ് ഇപ്പോൾ വിവേകബോധിയായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റിയുള്ള ആൾ വളരെ ഡേഞ്ചറസ് ആവാം. दाजी ने बोला कि इतना क्लैरिटी होता है कि वो ദുഷ്കർമ്മ भी कर सकता है. അത്ര ക്ലാരിറ്റിയോടുകൂടി തെറ്റായിട്ടുള്ള കർമ്മം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് അവിടെ ക്ലാരിറ്റി ഓഫ് മൈൻഡ് വന്നാലും ഈഗോനെ നമ്മൾ ഉയർത്തും. ഈഗോവും ട്രാൻസെൻഡ് ആണ്. मेरा जो अहंकार है ये भी नित्य नहीं है. मैं अहंकार को छोड़ के मेरा रियल एसेंस में पहुंचना, क्या അവിടേക്ക് വരണം. അപ്പോഴാണ് നമ്മൾ മാസ്റ്ററെ പറ്റി ചിന്തിക്കുന്നത്. मैं मास्टर की तरफ देखता हूँ और समर्पण, सरेंडर आता है. मुझे उनके जैसा बनना है, ये मेरा फाइनल विश. ഞാൻ അങ്ങനെ ആയിത്തീരണം. मैं नीचे कभी नहीं ऐसे गिरूंगा. എനിക്ക് താഴേക്ക് വീഴേണ്ട ഒരു സാധ്യത ഇല്ലാതെ ആവണമെങ്കിൽ മാസ്റ്റർ പോലെ ആയിത്തീരണം. അപ്പം ഈഗോ എന്നെ ഉയർത്തുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി മാറുകയാണ്. അഭി തക് മേ ഇധർ സെ മാസ്റ്റർ की तरफ देखता था. ഞാൻ ഇവിടുന്ന് മാസ്റ്റർ പോലെ ആയിത്തീരണം എന്ന് നോക്കാൻ തുടങ്ങും. ഞാനും മാസ്റ്ററും എന്നുള്ള ദ്വന്ദ്വം ഉണ്ടാവുന്നു. അപ്പോൾ 9th പോയിന്റ് എത്തുമ്പോൾ അത് മാക്സിമം സമർപ്പണത്തിൽ, ഹനുമാൻ പോയിന്റ് എന്നൊക്കെ ദാജി പറയും. 9th पॉइंट में सरेंडर मैक्सिमम आता है. उसके बाद क्या आता है? मैं मास्टर के जैसा बनता हूँ और मैं मास्टर मेरे इस इंस्ट्रूमेंट ईगो से नीचे देखता हूँ. मैं अभी तक मास्टर की तरफ देखता था, अभी मास्टर मेरे माध्यम से नीचे देखने लगता है. അത് മുകളിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് ഈ 5th പോയിന്റ് നമ്മൾ അതിലേക്ക് നമ്മൾ കറക്റ്റഡ് ആവണം. അപ്പോൾ ഈ സെക്കൻഡ് പോയിന്റ് 5th പോയിന്റ് നമ്മളുടെ കോർഡിनेशन, सेकंड पॉइंट और 5th पॉइंट, ये कामनेस और क्लैरिटी ऑफ माइंड का कोऑर्डिनेशन बहुत इंपॉर्टेंट है. क्योंकि कामनेस में फंस नहीं जाना चाहिए. നമ്മൾ ഈ ആത്മാവിൻ്റെ കാംനെസ്സിൽ, സമാധാനത്തിൽ, ബ്ലിസ്സിൽ കുടുങ്ങി പോവാതെ ശരിയായിട്ട് ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞ് ആ യാത്ര തുടരാൻ വിവേകബോധം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാലൻസ്, സെക്കൻഡും 5th തമ്മിലുള്ള ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് प्रैक्टिकल सेशन നടത്താം. मैं अभी उसका प्रैक्टिकल सेशन में ऐसे प्रैक्टिस कर सकते हैं हम. सेकंड पॉइंट और 5th पॉइंट में जो हार्मनी लाना है, सेकंड पॉइंट 5th पॉइंट തമ്മിലുള്ള हार्मनी, അതാണ് ഇന്നത്തെ प्रैक्टिकल सेशन. अभी हम मेडिटेशन शुरू करेंगे. അപ്പോൾ നമ്മൾ സെക്കൻഡ് പോയിന്റിൻ്റെയും 5th പോയിന്റും തമ്മിലുള്ള ആ ഹാർമണി അത് ഡെവലപ്പ് ചെയ്യാനുള്ള മെഡിറ്റേഷനാണെന്ന് ചെയ്യുന്നത്.
हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए और ध्यान आरंभ कीजिए. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിച്ച് ധ്യാനം തുടങ്ങും. ध्यान തുടങ്ങേണ്ടത് फर्स्ट पॉइंटലാണ്. फर्स्ट पॉइंट में हम ध्यान शुरू करेंगे. ഫസ്റ്റ് പോയിന്റിന് ശ്രദ്ധ സെക്കൻഡ് പോയിന്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരും. फर्स्ट पॉइंट से अटेंशन सेकंड पॉइंट के सेंटर तक ले आइए. സെക്കൻഡ് പോയിന്റിൻ്റെ സെൻറ്ററിൽ മെഡിറ്റേറ്റ് ചെയ്യൂ. ആദ്യം ക്ലീനിങ് ആണ്. सेकंड पॉइंट ईथर एलिमेंट सेंटर क्लीनिंग നടക്കുകയാണ്. सेकंड पॉइंट के सेंटर में ईथर एलिमेंट में क्लीन हो रहा है. थर्ड पॉइंट ईथर एलिमेंट 9 o'clock पोजीशन क्लीन हो रहा है. फोर्थ पॉइंट ईथर एलिमेंट 6 o'clock पोजीशन ക്ലീൻ ആവുന്നു. ഫിഫ്ത്ത് പോയിന്റ് ईथर एलिमेंट 3 o'clock पोजीशन ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. फर्स्ट पॉइंट 12 o'clock पोजीशन ईथर एलिमेंट क्लीनिंग हो रहा है. अभी सेकंड पॉइंट का क्लीनिंग हो गया है. वापस सेकंड पॉइंट के सेंटर में आ जाइए. सेकंड पॉइंट സെൻറ്ററിൽ ധ്യാനം ആരംഭിക്കും. सेकंड पॉइंटिल एयर एलिमेंट 6 o'clock पोजीशन. सेकंड पॉइंट का एयर एलिमेंट 6 o'clock पोजीशन में है. സെക്കൻഡ് പോയിന്റിൻ്റെ ക്വാളിറ്റീസ് ആയിട്ടുള്ള ശാന്തത, സമാധാനം, ആനന്ദം, ഇതെല്ലാം ഫിഫ്ത്ത് പോയിന്റിൻ്റെ അതായത് എയർ പോയിന്റിൻ്റെ ക്വാളിറ്റീസ് ആയിട്ടുള്ള വിവേകബോധം, ഡിസ്ക്രിമിനേറ്റീവ് ഫാക്കൾട്ടി, മെൻ്റൽ ക്ലാരിറ്റി, ഇതെല്ലാമായിട്ട് സംയോജിച്ച് ഹാർമണിയിലെത്തുന്നതായിട്ട് അനുഭവിക്കും. सेकंड पॉइंट का जो क्वालिटीज़ है आनंद, कामनेस, पीस ऑफ माइंड, शांति, ये सब फिफ्थ पॉइंट का ये क्वालिटीज़
विवेकबोध और मन की क्लैरिटी, ये दोनों ഹാർമണി में हो रहा है. ഈ ഒരു സങ്കല്പത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ഈ ക്വാളിറ്റീസ് എല്ലാം സെക്കൻഡ് പോയിന്റിൻ്റെയും ഫിഫ്ത്ത് പോയിന്റിൻ്റെയും ഹാർമണൈസ് ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ, ആ സ്വഭാവം മാസ്റ്ററുടെ തന്നെ സേവനത്തിന് ഉപയോഗിക്കാൻ തക്കവണ്ണം എൻ്റെ സ്വഭാവ രൂപീകരണം നടക്കും എന്നുള്ള ആ ബോധം, ये जो क्वालिटीज़ मुझ में सम्मिलित हुआ है, ये मास्टर के ही सेवा में, मास्टर തന്നെ की सेवा में उपयोग करने की क्षमता मुझ में मास्टर के ही ब्लेसिंग से होगा. इस संकल्प में, ഈ ദൃഢനിശ്ചയത്തിൽ പതുക്കെ കണ്ണുകൾ തുറക്കും.